ഹായ് ഓൾ. രാവിലെ തുടങ്ങുന്ന തിരക്കുകൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലേ? എന്നാലും ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊരു 20 മിനിറ്റ് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ദിവസം മുഴുവൻ നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ടും മൈൻഡ് ഫ്രഷ് ആയിട്ടും നിൽക്കും. ഡീപ്പ് ക്ലീനിങ് ഒന്നും വേണ്ട, ദിവസവും ചെയ്യണ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ മതി. ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് ക്ലീനിങ് റുട്ടീനാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും നമ്മുടെ ഒപ്പം ക്ലീൻ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടട്ടെ. അപ്പോൾ തുടങ്ങാം അല്ലേ? ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ സെറ്റാക്കി നിഷുവിനെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് നമ്മുടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യണത്. സോ ആദ്യം തന്നെ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്നാണ് തുടങ്ങുക. ആരെങ്കിലൊക്കെ പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം കാണുന്ന ഭാഗം ഇതാണല്ലോ. സോ ഇവിടെ എപ്പോഴും നല്ല നീറ്റായി കിടക്കണം. ഇവിടെ ആണെങ്കിൽ പൂച്ചൻ്റെയും നായൻ്റെ ഒക്കെ ശല്യമുണ്ട്. ചില ദിവസങ്ങൾ ഭയങ്കര വൃത്തിയുടെ ഇക്കാരം കാണാൻ. ഇന്നിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എനിവേ നമ്മൾ ആദ്യം ആ ഇരിപ്പിടൊക്കെ ഒന്ന് അങ്ങ് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നിലൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ച് അങ്ങോട്ട് വൃത്തിയാക്കി. ഇതാദ്യം ചെയ്താൽ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. പെട്ടെന്ന് ഇനി ഒരു ഗസ്റ്റ് വന്നാലും വലിയ ടെൻഷനൊന്നുമില്ല. വീടിങ്ങനെ വൃത്തിയായി കിടക്കണ നേരത്ത് പിരിവിനും കൂടി ഒരാളും വരൂല എന്നുള്ളതാണ് സത്യം. നേരെ മറിച്ച് ഡിസോർഡറായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് വരാത്ത ആൾക്കാരും ഉണ്ടാവില്ല. സിറ്റ് ഔട്ടൊക്കെ നീറ്റാക്കിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. നമുക്ക് മൊത്തം 2 ബെഡ്റൂമാണുള്ളത്. അങ്ങനെ ഈ റൂമിൽ കയറി ഉടനെ തന്നെ ആദ്യം നമ്മൾ ആ ജനൽ അങ്ങോട്ട് തുറന്നിടും. കുറച്ച് ശുദ്ധമായും പ്രകാശമൊക്കെ അങ്ങോട്ട് റൂമിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും, ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യിക്കാരം. ദെൻ ജനലിലുള്ള ആ പൊടികളൊക്കെ ഒന്ന് അങ്ങോട്ട് തുടച്ചെടുക്കുന്നുണ്ട്. ഡീപ്പ് ക്ലീനിങ് ഒന്നുമില്ല, ചെറുതായിട്ടൊരു തട്ടിക്കൊട്ടൽ അത്രേ ഉള്ളൂ. ബെഡ്ഷീറ്റൊക്കെ മാറ്റി അവിടേക്ക് ഒന്ന് അടിച്ചു വാരിയതിന് ശേഷം നമ്മൾ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ബാത്റൂമിൽ ബാഡ് സ്മെൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അത് അങ്ങോട്ട് വൃത്തിയാക്കും. ഡീപ്പ് ക്ലീനിങ് നമ്മൾ കുളിക്കണതിൻ്റെ മുമ്പേക്കാറ്. ദെൻ നമ്മൾ ഹാളിലുള്ള വാഷ് ബേസൊക്കെ ഒന്ന് അങ്ങോട്ട് ക്ലീൻ ആക്കുകയാണ്. ഇത് എല്ലാവരും യൂസ് ചെയ്യണല്ലേ, ഗസ്റ്റ് ആയിക്കോട്ടെ നമ്മളായിക്കോട്ടെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. സോ വെള്ളക്കറയും പാടുകളൊക്കെ പെട്ടെന്ന് തന്നെ വരും. അപ്പം നമ്മളിവിടെ അങ്ങനെ പല്ല് തേക്കാറില്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതാണ് ഞാനത് എടുത്തു പറഞ്ഞത്. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഹാൻഡ് വാഷ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ആ വാഷ് ബേസൊക്കെ കഴുകാറ്. അതിന് പ്രത്യേകിച്ച് വേറൊന്നും യൂസ് ചെയ്യില്ല. നമ്മൾ കൈ കഴുകണ ആ സാധാ ഹാൻഡ് വാഷ് ഇട്ടിട്ട് അങ്ങോട്ട് ക്ലീൻ ആക്കും. പിന്നെ അവിടേക്ക് ഒന്ന് തുടച്ചെടുക്കുവാണ്. അഴുക്ക് തന്നെയാണ്, അതായത് നമ്മൾ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും ആയിട്ട് അഴുക്കില്ലാണ്ടിരിക്കില്ല. ഇത് ആക്ച്വലി എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ വീടിനെ നല്ല നീറ്റാക്കിയിട്ടും നല്ല ഫ്രഷ് ആക്കി വെക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഓർഡറിലായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അങ്ങനെ ഹാളിലെ വാഷ് ബേസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമ്മുടെ അടുത്ത റൂമിലോട്ട് കയറുകയാണ് കേട്ടോ. ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ആദ്യം ജനലൊക്കെ ഒന്ന് അങ്ങോട്ട് തുറന്നിടും. പിന്നെ ആ ജനലുമുള്ള പൊടികളൊക്കെ ഒന്ന് തുടച്ചെടുക്കും. നല്ല ഡീപ്പ് ക്ലീൻ ഒന്നുമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ചെടുക്കുള്ളൂ കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൊടി തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നായിട്ടൊരു ദിവസം മെനക്കെട്ട് തുടച്ചെടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം നമ്മളവിടെ പൊടി കെട്ടാൻ സമ്മതിക്കണില്ലല്ലോ. ഇനി ഈ ബെഡ്ഷീറ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ആഴ്ചയിൽ നമ്മൾ ഒരിക്കലെങ്കിലും ബെഡ്ഷീറ്റ് മാറ്റണം എന്നാ പറയാ. കാരണം നമ്മൾ ഉറങ്ങുമ്പോൾ ശരീരത്തിലെ വിയർപ്പും ഡെഡ് സ്കിൻ സെല്ലുകളും ഒക്കെ കൂടിയിട്ട് ഈ പൊടിയൊക്കെ അങ്ങോട്ട് മിക്സ് ആയിട്ട് അടിഞ്ഞു കൂടി കിടക്കും. അപ്പോൾ അതിൽ ചെറിയ ചെറിയ ഡസ്റ്റ് മൈറ്റ്സ് ബാക്ടീരിയയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നിർബന്ധമായിട്ടും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ബെഡ്ഷീറ്റ് മാറ്റണം എന്നാ പറയാ. പക്ഷെ നമുക്ക് അതിനേക്കാളും നേരത്തെ മാറ്റേണ്ടി വരും കേട്ടോ. ഈ ഐബുട്ടൻ ഉള്ളതുകൊണ്ട് എത്ര തന്നെ നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടെടുക്കുകയാണെന്നുണ്ടെങ്കിലും അതൊന്നും നടക്കത്തില്ല അവൻ്റെ മുന്നിൽ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബെഡ്ഷീറ്റ് മാറ്റേണ്ടി വരും. പിന്നെ നമ്മൾ അവിടെയും ഒന്ന് അടിച്ചു വാരി നീറ്റാക്കി ഇടുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഒരു തലവേദനക്കാരിയാണ് കേട്ടോ. എനിക്കിങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി തലവേദന വരാൻ. അപ്പോൾ വീട് നീറ്റായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പകുതി വേദന ഉണ്ടാവില്ല. സോ ഇങ്ങനെ നീറ്റായി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു മൈൻഡ് മൊത്തം റിലാക്സ് ചെയ്യണ പോലെ ആയിരിക്കും. പിന്നെ നമ്മൾ ഇവിടുത്തെ ബാത്റൂമും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നമുക്ക് കോമൺ ആയിട്ട് ബാത്റൂം കൊടുത്തിട്ടില്ല. 2 ബെഡ്റൂമിലാണ് ബാത്റൂം ഉള്ളത്. ബാത്റൂം ഒന്നും വലിയ സീനില്ല കേട്ടോ, നമ്മൾ മാത്രമല്ലേ യൂസ് ചെയ്യണുള്ളൂ. അപ്പോൾ നമ്മളപ്പോൾ ഉള്ളത് നമ്മൾ തന്നെ ക്ലീൻ ആക്കി വെക്കും. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ദെൻ നമ്മൾ ഹാളിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ആദ്യം വിൻഡോ അങ്ങോട്ട് തുറന്നിടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കയറട്ടെ, കുറച്ച് പോസിറ്റീവ് എനർജിയും ശുദ്ധവായും എല്ലാം അങ്ങോട്ട് കയറട്ടെ. ദെൻ നമ്മളിത് സോഫയൊക്കെ ഒന്ന് അങ്ങോട്ട് തട്ടിക്കൊട്ടി സെറ്റാക്കി ഇടുന്നുണ്ട് കേട്ടോ. ഇതിമത്തെ കവർ എത്ര വിരിച്ചാലും അയിമ നിൽക്കൂല, നമ്മുടെ ഐബുട്ടനെ വലിച്ച് വാരിയിടും. ഈ ജനലിൻ്റെ മുന്നിൽ ഈ ടേബിൾ തടഞ്ഞു വെക്കണമെന്നുണ്ടെങ്കിൽ
കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞ ഈ ഐബുട്ടന് എത്രത്തോളം വില്ലനാണ് എന്ന്. സോ നമ്മൾ ഈ ഒരു കുഞ്ഞു ടേബിൾ അങ്ങോട്ട് തുടച്ചെടുക്കുകയാണ്. നമ്മളിതിന് ടീപ്പോയി എന്നാണ് പറയല് കേട്ടോ. അപ്പോൾ നമ്മുടെ റോസ്മേരി വാട്ടർ ഇല്ലേ, അതിൻ്റെ ബോട്ടിലാണ് ഞാൻ എടുക്കൽ. ആ ബോട്ടിലിൽ നമ്മൾ റോസ്മേരി വാട്ടർ വെച്ചിട്ടല്ല തുടക്കണത്. ആ ബോട്ടിലിൽ നമ്മൾ കുറച്ച് ഹാൻഡ് വാഷും വെള്ളമൊക്കെ മിക്സാക്കി ഒഴിച്ച് വെച്ചേക്കാണ്. ചെറിയൊരു സ്മെല്ല് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആ ഒരു സെയിം വാട്ടർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ ടേബിളും കൂടെ അങ്ങോട്ട് തുടച്ചെടുക്കുന്നത്. ഇവിടെ മുഴുവൻ ചെയറും നിങ്ങൾക്ക് കാണാൻ കഴിയൂല. നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ അവിടേക്ക് കയറുന്ന ഭാഗത്തേക്കൊക്കെ അവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ് ഈ ചെറുക്കനെ പേടിച്ചിട്ട്. ഈ ഡ്രസ്സിംഗ് ടേബിൾ വെച്ചിട്ടുള്ള ഏരിയയും ക്ലോസ് ചെയ്തേക്കാണ്. ഇവിടെയൊക്കെ ചെറുക്കം പൊത്തി പിടിച്ച് കയറും കേട്ടോ. മേക്കപ്പ് ഒക്കെ ഇവിടെ നിന്ന് ആയതുകൊണ്ട് തന്നെ പൗഡറൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടാകും. അങ്ങനെ അവിടെയൊക്കെ നീറ്റാക്കി അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി സെറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഹാളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ നീറ്റായാലേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ തോന്നുള്ളൂ കേട്ടോ, അതാണ് സത്യം. എൻ്റെ ചോറും കറികളൊക്കെ രാവിലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ക്ലീൻ ആക്കിയിട്ടാൽ ആ ക്ലീൻ ആക്കിയിട്ടത് അതുപോലെ കിടക്കും, അതും ഒരു സമാധാനമാണ്. സോ നമ്മൾ ആദ്യം ആ ജനലിൻ്റെ തറയ്ക്കൊന്ന് അങ്ങോട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കൗണ്ടർ ടോപ്പൊക്കെ അങ്ങ് തുടച്ച് സെറ്റ് ആക്കി എടുക്കുകയാണ്. ഗ്യാസ് സ്റ്റൗവിൻ്റെ താഴെയും അതിൻ്റെ സൈഡിലും ഒക്കെ തുടച്ചെടുക്കുന്നുണ്ട്. മീൻ പൊരിക്കണ സമയത്ത് നമ്മൾ എത്ര തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിലും കുറച്ച് ആ ഒരു മഞ്ഞ കളറിലുള്ള ഓയിൽ അങ്ങോട്ട് അയിമലാവാതെ നിൽക്കില്ല. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ കൗണ്ടർ ടോപ്പ് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. അങ്ങനെ കൂടുതൽ ഡെക്കറേഷൻ ആണെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഒന്നും ഓവറായിട്ട് വെച്ചിട്ടില്ല. ഈ ഒരു സെയിം ഡേ രാവിലെ നമുക്ക് ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇഡ്ഡലി ചെമ്പുണ്ടല്ലോ, അതൊക്കെ നമ്മൾ വെള്ളം ചോരാൻ വേണ്ടിയിട്ട് കഴുകി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഒന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെയും ഒക്കെ ഒന്ന് ക്ലീനാക്കി സിങ്കൊക്കെ ഒന്ന് ഉരച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഡെയിലി മണിക്കൂറുകളോളം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ജസ്റ്റ് രാവിലെ ഒരു 20 മിനിറ്റ് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിങ്ങനെ ഓരോരോ ഭാഗവും കുറച്ച് ചെയ്താൽ നമ്മുടെ വീട് എപ്പോഴും നല്ല പുതിയ പോലെ ഉണ്ടാകും. എക്സ്പെഷ്യലി ഇന്നെപ്പോലത്തെ അമ്മമാർക്ക്, അതായത് ചെറിയ കുട്ടികളുള്ളവർക്ക് നല്ല ബുദ്ധിമുട്ടേക്കാരം ഒരു വീടൊക്കെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉള്ള ദിവസങ്ങളിൽ ഉള്ള സമയങ്ങളിൽ ഇങ്ങനെ കുറച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് നിൽക്കും. ഒന്നായിട്ട് ഒരു ദിവസം മെനക്കെടേണ്ട ആവശ്യം വരില്ല. വൃത്തിയുള്ള വീട് കാണാൻ മാത്രമല്ല ഭംഗി, നമ്മുടെ മനസ്സിനും അതൊരു സമാധാനമാണ് അല്ലേ. നമ്മൾ ജീവിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് വൃത്തിയായാൽ തന്നെ നമ്മുടെ ചിന്തകളും പോസിറ്റീവ് ആകുന്ന പറയാം. സോ എല്ലാവരുടെ വീടും മനസ്സും ഒക്കെ ഒരുപോലെ സുന്ദരമായിട്ട് സൂക്ഷിക്കുക. ഇവിടെ എൻ്റെ രാവിലത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ടേബിളൊക്കെ ഒന്ന് തുടച്ച് അവിടെ മൊത്തം ഒന്ന് അടിച്ചു വാരിയിട്ടാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമേ ഞാൻ അകം തുടക്കാറുള്ളൂ. ബട്ട് ഇതുവരെ കണ്ട എല്ലാ കാര്യങ്ങളും മാക്സിമം ദിവസം തന്നെ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കലുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും നമ്മളൊരു ദിവസം എടുക്കാതെ നിൽക്കുകയാണ്, അന്ന് നമ്മൾ ടയേർഡാണ്, നമുക്ക് വയ്യാന്നുണ്ടെങ്കിൽ അന്ന് ഈ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. അല്ലാതെ ആഴ്ചയിൽ ബാക്കിയുള്ള 6 ദിവസം നല്ല നീറ്റായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യക്കുഞ്ഞു പോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറൂല. ഞാൻ ആക്ച്വലി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും എൻ്റെ ഒരു രാവിലത്തെ ക്ലീനിങ് റുട്ടീനാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും നമ്മുടെ ഒപ്പം ക്ലീൻ ചെയ്യാനും വീട്ടിലേക്ക് കുറച്ചും കൂടി പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും ഒരു ചെറിയ മോട്ടിവേഷൻ കിട്ടുമെന്ന് കരുതണ്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.